കർത്താവിൽ പ്രിയ ദൈവമക്കളെ, തിരുവറം മാങ്കുളം CSC സഭയുടെ ലണ്ടൻ മെഡിറ്റേഷനിൽ ഭാഗമായി കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മൊഴിഞ്ഞ തിരുവചനങ്ങളെ ധ്യാനിക്കുന്ന വേളയിൽ അതിൽ നിന്ന് മുഴുവനായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ നല്ലവനായ ദൈവം എനിക്കിട നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരിയിൽ മൂന്നാണിമയിൽ കുശിതനായ കർത്താവ് താൻ അനുഭവിച്ച പങ്കപ്പാടുകളുടെയും വേദനകളുടെയും മധ്യേ ഇന്നത്തെ ലോകത്തിന് അനിവാര്യമായിരിക്കുന്ന തിരുവചനങ്ങളെ ബോധിപ്പിക്കുമ്പോൾ അവ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാൻ നാമൊക്കെയും കടമപ്പെട്ടവരാണ് എന്ന കാര്യം നാം വിസ്മരിക്കാൻ പാടുള്ളതല്ല. സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുകൊണ്ട് കാൽവരിയിൽ ആയിരിക്കുന്ന കർത്താവ് തൻ്റെ ആത്മാവിനെ തൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് മൊഴിഞ്ഞ തിരുവചനങ്ങളിൽ മൂന്നാമത്തെ വചനമാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25, 26, 27 വാക്യങ്ങളിൽ മൂന്നാമത്തെ വാക്യം കാണാൻ കഴിയും. ക്രൂശിതനായിരിക്കുന്ന കർത്താവ് തല ഉയർത്തി നോക്കിയപ്പോൾ പരിചയമുള്ള 5 പേരെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച, ഹോസന്ന ഞായറാഴ്ച, വലിയൊരു ജനസഞ്ചയത്തിൻ്റെ മുമ്പിലൂടെ ഹോസന്ന ശബ്ദത്തിൻ്റെ ആ മുഖരിതമായ ആ സമയമൊക്കെ കർത്താവ് ഈ സമയം ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ ജനസഞ്ചയമൊന്നും അവിടെ ഇല്ല. താൻ സ്നേഹിച്ച യോഹന്നാൻ എന്ന ശിഷ്യനൊഴികെ മറ്റെല്ലാവരും ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. കർത്താവ് കാണുന്നത് തൻ്റെ പ്രിയ ശിഷ്യൻ, താൻ അധികം സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനും തൻ്റെ അമ്മ മറിയയും അവരുടെ അനുജത്തിയും കൈഫാവിൻ്റെ ഭാര്യയും മഗ്ദലക്കാരത്തി മറിയയും മാത്രമാണ്. തൻ്റെ അമ്മയെ കണ്ടപ്പോൾ കർത്താവിൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു കാണും. കാരണം ആ അമ്മയുടെ ഹൃദയവേദന ശരിക്കും മനസ്സിലാക്കുവാൻ കർത്താവിന് കഴിയും. കർത്താവ് മറിയയിലൂടെ ഭുജാതനാകുമ്പോൾ അമ്മ കേട്ടതെന്താണ്? വലിയവൻ്റെ മകൻ, ഉടമയായവൻ, ഏറ്റവും വലിയവനെന്ന് അറിയപ്പെടുമെന്നൊക്കെയാണ്. മാത്രമല്ല, തൻ്റെ മകനോടൊപ്പം ആയിരുന്നപ്പോൾ ആ അമ്മയ്ക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞത് വലിയ വലിയ അത്ഭുതങ്ങളും അതിശയങ്ങളുമായിരുന്നു. മരിച്ചു അടക്കപ്പെട്ടവരെ പോലും പുറത്തു കൊണ്ടുവരുവാൻ കെൽപ്പുള്ള മകൻ എന്തു പറഞ്ഞാലും കേൾക്കുന്ന പിതാവ്. അമ്മയ്ക്ക് ശരിക്കും അറിയാമത്. എന്നിട്ടും ഇപ്പം അമ്മ കാണുന്ന കാഴ്ച ഒരു മാതാവിനും സഹിക്കാൻ കഴിയാവുന്നതല്ല. അത് കർത്താവ് മനസ്സിലാക്കി. അമ്മയെ കണ്ടപ്പോൾ കർത്താവ് തൻ്റെ കടുമയൊന്ന് ഓർക്കുകയാണ്. 33 വർഷം തന്നെ പോറ്റിയ അമ്മ, മാത്രമല്ല ഒരു കന്യകയായിരുന്ന സ്ത്രീ, ഒരു കന്യക ഒരു ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ലോകത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന നിന്ന, പരിഹാസം, ഇതുമാത്രം അനുഭവിച്ചവളാണ് മറിയ. എങ്കിലും കർത്താവ് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ അമ്മയോട് തനിക്കുള്ള കടമ നിറവേറ്റുവാൻ ആ പ്രതിസന്ധി ഘട്ടത്തിലും തയ്യാറാകുന്നു. തന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന കടമ, അമ്മയുടെ സംരക്ഷണം, അത് വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ മറിയയോട് തൻ്റെ കടമ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവ് രക്തബന്ധത്തേക്കാൾ സ്നേഹബന്ധത്തിന് വില കൽപ്പിക്കുന്നതാണ്. തൻ്റെ അമ്മ മറിയയുടെ അനിയത്തി അവിടെയുണ്ട്. അമ്മയ്ക്ക് വേറെ മക്കളുണ്ട്. കർത്താവ് അതൊന്നും പരിഗണിക്കുന്നില്ല. ആ അമ്മയുടെ സുരക്ഷിതത്വം തൻ്റെ പ്രിയ ശിഷ്യനായ
താൻ അധികം സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ കയ്യിൽ എൻ്റെ അമ്മയുടെ വിശ്വാസം ദൃഢപ്പെടും, അമ്മ സുരക്ഷിതയായിരിക്കുമെന്ന ആ ഉറപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് അമ്മയോട്, സ്ത്രീ, ഇതാ നിൻ്റെ മകൻ എന്ന് യോഹന്നാനെ കണ്ടിട്ട്, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ അപ്പോൾ തന്നെ അമ്മയെ കൈക്കൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക? നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ സ്ഥിതി നമുക്ക് വ്യക്തമായിട്ടറിയാം. മാതാപിതാക്കളെ പോലും വേണ്ട രീതിയിൽ കരുതുവാനോ സംരക്ഷിക്കുവാനോ നിനക്കിടാൻ കഴിയാത്ത സമൂഹം, മക്കള് ഒരു വല്ലാത്ത സമൂഹത്തിൻ്റെ മധ്യമായിരിക്കുമ്പോൾ കർത്താവിലൂടെ ഇവിടെ പ്രത്യക്ഷമാകുന്ന ഈ വലിയ കാര്യം ശരിക്കും ഉൾക്കൊള്ളുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് ഉപരിയായി നാം കർത്താവിനെ പിൻപറ്റുമ്പോൾ, കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായിരിക്കുമ്പോൾ നാം പ്രത്യേകിച്ച് നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന പല കാര്യങ്ങളും ഉണ്ടാകും, പല ബാധ്യതകളുമുണ്ട്. നാം ക്രിസ്തുവിനെ പിൻപറ്റുമ്പോൾ നാം അറിയാതെ തന്നെ പല ബാധ്യതകളിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വരും. അത് ഏറ്റെടുത്ത് ദൈവനാമ മഹത്വത്തിനായി, അവിടുത്തെ രാജ്യവിസ്തൃതിക്കായി നിറവേറ്റുവാനുള്ള കടമ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നെന്ന് നാം ഈ സമയം ഓർക്കുക. അങ്ങനെ കർത്താവിൻ്റെ ഈ മൊഴികളിലൂടെ നാം ഉൾക്കൊള്ളുന്ന ആ പരമമായ സത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങളും യഥാവിധി നിർവഹിക്കുവാൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ കർത്താവ് നമ്മെ അധികം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.